പറ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് പരിസര പഠനമായാലോ. ഹരിക്കുട്ടാ, അപ്പാപ്പ കൊണ്ടുവന്ന മീനില്ലേ, കഴിച്ചിട്ട് നമ്മുടെ ചെമ്പൻ കിടക്കുന്നത് കണ്ടാ, ഖുറെന്നും പറഞ്ഞിട്ട് കൂർക്കം വലിച്ചിട്ട്. ചെമ്പനെ എങ്ങനെ ഞങ്ങൾ സൂം ചെയ്തെടുത്തപ്പോഴത്തേക്കും ചെമ്പനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. അപ്പോഴാണ് ചെമ്പൻ്റെ ശത്രുവായ വൈറ്റ് ക്യാറ്റിനെ കണ്ടത്. ഇതാരായിരിക്കട്ടാ? വൈറ്റ് ക്യാറ്റ് അല്ലേ. ഇവിടെ നേരത്തെ ഉണ്ടല്ലോ നിറയെ ഓലഞ്ഞാലി കിളികളായിരുന്നേ. അതിനെ വീഡിയോ എടുക്കാൻ കൊണ്ട് വന്നപ്പോഴാണ് ഇവൻ വന്ന്, ഈ മീശമാർജാര്യം വന്ന് അതിനെല്ലാം ഓടിച്ചു വിട്ടത്. ഹലോ അരിക്കുട്ടാ, ഇത് എന്തുവാ? ഇത് ഉറങ്ങുവാണോ? ഇത് നോക്കിക്കേ കുഞ്ഞ്, ഉറങ്ങുവാണോ? ഇവൻ ഉറങ്ങുമായിരിക്കട്ടാ. അങ്ങനെ പരിസര നിരീക്ഷണം ചെയ്തിങ്ങനെ വന്നപ്പോഴാണ് വീടിൻ്റെ മുറ്റത്തായിട്ടേ അമ്മ നട്ടു വളർത്തിയ പാവലിലൊക്കെ കുഞ്ഞൻ പാവയ്ക്കകൾ കിളുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ലെങ്കിലും ഇത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവം അല്ലേ. ഇതങ്ങ് ഉണങ്ങി വരുമ്പോഴത്തേക്കും വെള്ളത്തിലിട്ട പൊട്ടുമല്ലേ. അത് അരിക്കുട്ടിനെ കാണിച്ചു കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ എല്ലാം പച്ചയായിരുന്നു, പക്ഷെ നിറയെ കൈകളുണ്ടായിരുന്നേ. തൊട്ടിപ്പോൾ പറന്നു പോകാൻ ഞാൻ കാറ്റാടികളെ ഞാൻ തെറിപ്പിച്ച് വിട്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസം. വലിയൊരു കറുവാപ്പട്ട മരമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തളിരിലകൾ കാണാനായിട്ട് അതിൻ്റെ പൂക്കളെക്കാളും എന്ത് ഭംഗിയാണ്. പൂക്കൾ വളരെ ചെറുതാണ്. മേളിലേക്ക് നോക്കി നടന്ന ഞാൻ വെറുതെ ഒന്ന് താഴത്തോട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ അരുണച്ചേട്ടൻ എന്തോ മറന്നു വെച്ച കണക്ക് ഇവിടെ ഇരിപ്പുണ്ട്. എന്തോ മറന്നിട്ടുണ്ട് ആശാൻ കാര്യമായിട്ട്. എന്താണോ മണ്ട പോയ ഫ്ലാറ്റിലുണ്ടല്ലോ ഇപ്പം താമസിക്കുന്ന ആരാണെന്ന് നോക്കാനായിട്ട് ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴേക്കാണ് ഒരു കുഞ്ഞു തല വെളിയിലേക്ക് വന്നതേ. പച്ചക്കുട്രോനാണ് കേട്ടോ. ഇവിടെയൊക്കെ പച്ചക്കുണ്ട്ര എന്നാണ് ഇവന് പറയുന്നത്. കുഞ്ഞുങ്ങളായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആശാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് തീറ്റി കൊടുക്കുന്നത് കാണാം. അപ്പം ഏതായാലും കുഞ്ഞുങ്ങളായിട്ടുണ്ട്. കുളമെല്ലാം വെട്ടി മൂടിയത് കൊണ്ട് മീനുമില്ല, മീൻ കുഞ്ഞുങ്ങളും ഇല്ല. പിന്നെ എങ്ങനെ വിശപ്പടക്കും? പുതിയ അടവുകൾ പഠിച്ചേ പറ്റത്തുള്ളൂ. വെട്ടില്ലെങ്കിൽ വെട്ടില്ല. വിശപ്പ് തീർക്കണ്ടേ, ജീവിച്ചു പോകണ്ടേ മക്കളേന്ന് ചോദിച്ച് ഒരു കൊക്കമ്മാവൻ ഇവിടെ ഉണ്ടായിരുന്നേ. എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വന്ന വീഡിയോഗ്രാഫറെ കാണാഞ്ഞപ്പോൾ അകത്ത് കയറി നോക്കിയപ്പോഴാണേ സുഭദ്ര ആടുകയാണ്. ആടിക്കോളൂ.